കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. നിലമ്പൂർ നഗരസഭയിൽ കാട്ടാനകളുടെ വിളയാട്ടം തുടരുന്നു. തിരിഞ്ഞു നോക്കാതെ ജനപ്രതിനിധികൾ. പാത്തിപ്പാറ, കുറുന്തോട്ടിമണ്ണ പ്രദേശങ്ങളിലാണ് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. കൃഷിയിടങ്ങളിലേക്ക് എത്തുന്ന കാട്ടാനയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. പാത്തിപ്പാറ, കുറുന്തോട്ടിമണ്ണ, പുലിക്കുന്നിൽ ഷാഹുൽ ഹമീദിന്റെ കൃഷിയിടത്തിലാണ് ഇന്ന് പുലർച്ചെ 3:15 കാട്ടാന എത്തി വ്യാപകമായി വാഴ, തെങ്ങ്, കമുക് കൃഷികൾ നശിപ്പിച്ചത്. ഇവിടെ വന്ന് എല്ലാവരുടെയും വാഴയും കവുങ്ങും ഒക്കെ ചവിട്ടി ഒടിച്ച് വാഴക്കൊലയൊക്കെ കേടുവരുത്തി കുറെ ചക്ക എല്ലാം വരുന്നതാണിത്. നിരന്തരം ഇപ്പോൾ പാത്തിപ്പാറ ഭാഗത്ത് ആനശല്യം വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ഒരു നടപടിയെടുക്കാൻ അധികൃതരൊന്നും ഇതുവരെ ഇതിന് രംഗത്തേക്ക് വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കണം. ഈ നാട്ടിൽ ആന ഇത്രയും കാലമായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അടുത്ത കാലങ്ങളിലായിട്ട് പാത്തിപ്പാറ പ്രദേശങ്ങളിൽ ആണ് വന്നിരുന്നത്. ഇപ്പോൾ പാത്തിപ്പാറ നിന്ന് നേരെ ഇത് കുറുന്തോട്ടിമണ്ണ് ഏരിയയാണ്. കുറുന്തോട്ടിമണ്ണ് ഏരിയയിലേക്കാണ് ഇപ്പോൾ വന്ന് ഈ നാശനഷ്ടങ്ങൾ മുഴുവൻ വരുത്തിയിരിക്കുന്നത്. 2 ആന ഉണ്ടെന്നാണ് ഇത് കാണുന്നത്. പക്ഷേ CCTVയിൽ ഒരു ആനയാണ് ഇപ്പോൾ കാണാൻ പറ്റിയിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നഷ്ടപരിഹാരം കിട്ടിയോണ്ട് കാര്യമുണ്ടോ? ജനങ്ങൾ ആകെ ഭീതിയിൽ ഇരിക്കുന്നൊരു സമയമാണിപ്പോൾ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികൃതരെ കണ്ണു തുറന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭമായിട്ട് ഞങ്ങളിനി DFO മാർച്ചും ഒക്കെ നടത്തേണ്ടി വരും. ഏതായാലും ഇതിന് ഒരു തക്കതായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് അധികൃതരോടും എല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുകയാണ്. 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പാത്തിപ്പാറ, കുറുത്തോട്ടിമണ്ണ ഭാഗങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. ഇന്നലെ പാത്തിപ്പാറ, ഏനാന്തി ഭാഗങ്ങളിൽ 10-ലേറെ കർഷകരുടെ കൃഷികൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. നിലമ്പൂർ നഗരസഭാ പരിധിയിലാണ് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പാത്തിപ്പാറ 13-ാം വാർഡിൽ ആഴ്ചകളോളമായി ഈ ആനയുടെ വിളയാട്ടം ഈ പ്രദേശത്തൂടെ. ഇതിന് എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ കർഷകർ ചെയ്യുന്ന കൃഷി വരെ നശിപ്പിച്ചു പോവുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം സർക്കാർ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. എന്തെന്നാൽ കർഷകരെ ആത്മഹത്യയിലേക്ക് എത്തിക്കണ പോക്കാണ് ഇപ്പം ഈ വന്യമൃഗം കൊണ്ടുണ്ടാകുന്നത്. ഇതിനെല്ലാം കാരണം ഈ വനം മന്ത്രിയുടെ നിസ്സംഗതയാണ്. വനം മന്ത്രി ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ ഇതിൽ പറയാം. ഈ രീതിയിൽ പല സ്ഥലങ്ങളിലും, നിലമ്പൂരിൽ നിന്നല്ല മറ്റു ജില്ലകളിലെല്ലാം വന്യമൃഗ ആക്രമണം നടന്നിട്ടും മന്ത്രി തലങ്ങളിൽ മൗനം പാലിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അനുഭവമുണ്ട്. പാത്തിപ്പാറ കൊണ്ട് ആഴ്ചകളോളമായി ഈ പ്രദേശത്ത് ഫുള്ള് ആന വന്നിട്ട് കൃഷി നശിപ്പിക്കുന്നു. ഇനി ഇവിടെ എന്താ സംഭവിക്കണം? ഒരു മനുഷ്യജീവൻ മാത്രമുള്ള ഈ പ്രദേശത്ത് നഷ്ടപ്പെടാൻ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഇപ്പോൾ വന്യമൃഗത്തിൻ്റെ ആക്രമണം. അപ്പോൾ ഇതിന് വനം മന്ത്രി പരാജയം തന്നെ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ ഈ മേഖല, ഈ ജില്ലയല്ല മറ്റു ജില്ലകളെല്ലാം വന്യമൃഗാക്രമണം വർദ്ധിച്ചുകൊണ്ടിരുന്നിട്ട് പോലും മൗനം പാലിക്കുന്ന ഈ രീതിയിലുള്ള വനം മന്ത്രി ഇനി വെച്ചുകൊണ്ടിരിക്കണമെന്നാണ് നമ്മൾ പറയാനുള്ളത്. DFO ഓഫീസുകൾ ഉൾപ്പെടെയുള്ള നിലമ്പൂർ നഗരത്തിൽ നിന്നും കിലോമീറ്ററിനുള്ളിലാണ് കാട്ടാനകളുടെ വിളയാട്ടം. വനപാലകർ സ്ഥലം സന്ദർശിച്ച് പതിവ് പോലെ മടങ്ങി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. രുചിയുടെ തിരമാലകളാൽ ME മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ. ME ബേക്സ്, നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.